2050 എന്തൊക്കെ ചേഞ്ചസ് വരാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി എല്ലാവർക്കും ആകാംക്ഷയാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന 2050 എന്തൊക്കെ ചേഞ്ചസ് വരാൻ പോകുന്നതെന്നാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. AI ലോകത്തിനെ ഏറ്റെടുക്കും. ആമസോൺ ഗോ എന്ന് പറഞ്ഞ AI സൂപ്പർ മാർക്കറ്റ് ഓൾറെഡി അമേരിക്കയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ AI സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് കാഷ്യറോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലൈനോ കാണാൻ സാധിക്കത്തില്ല. നിങ്ങൾ ജസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കുക, ലീവ് ചെയ്യുക. ആ പ്രൊഡക്റ്റ് എടുക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മണി ഡെബിറ്റ് ആവുന്നതായിരിക്കും. നമ്മളെല്ലാവരും കോൺഫറൻസ് കോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുന്നതായിരിക്കും. അത് ഓൺലൈൻ ക്ലാസ്സിനായിക്കോട്ടെ, ഓൺലൈൻ മീറ്റിങ്ങിനായിക്കോട്ടെ. പക്ഷേ 2050 കോൺഫറൻസ് കോൾ വേറെ ലെവലായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം 2050 നിങ്ങളൊരു കോൺഫറൻസ് കോൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അവരെ അടുത്ത് പോയി സംസാരിക്കുന്ന കൂട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഈ കാലത്ത് നമ്മളെല്ലാവരും പ്രൊഡക്ട്സ് വാങ്ങുന്ന ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴിയിലൂടെ ആയിരിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഡെലിവറി ഗൈ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് കൊണ്ട് വരുന്നതുമായിരിക്കും. പക്ഷേ 2050 അങ്ങനെയല്ലായിരിക്കും. ആമസോൺ അവരതായിട്ട് തന്നെയുള്ള ഒരു ഫ്ലൈയിങ് ഹോവർ പ്ലെയിൻ ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പം 2050 നിങ്ങളെയൊക്കെ ഓർഡേഴ്സ് പറന്നുകൊണ്ടായിരിക്കും നിങ്ങളെ കയ്യിലെത്തുന്നത് ഗൈസ്. പിന്നെ 2050 വീഡിയോ ഗെയിംസൊക്കെ അൾട്രാ റിയലിസ്റ്റിക് ആയിരിക്കും. അൾട്രാ റിയലിസ്റ്റിക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് റിയൽ ഏതാ വീഡിയോ ഗെയിംസ് ഏതാന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഈ സ്മാർട്ട് സ്പീക്കേഴ്സ്, അതായത് ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അലക്സ അല്ലെങ്കിൽ ആപ്പിൾ ഹോം പോഡ് ഇപ്പോഴേ സ്മാർട്ട്സാണ്. പക്ഷേ ഫ്യൂച്ചറിൽ അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും സ്മാർട്ടറായിരിക്കും. 2050 നിങ്ങൾ വഴി കാണുന്ന കാർസ് എല്ലാം ഇലക്ട്രിക് കാർ അല്ലെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാർ ആയിരിക്കും. ഇപ്പോഴേ ടെസ്ല എന്ന് പറഞ്ഞൊരു കമ്പനി സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഇറക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയിലും ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വിഷമിക്കുന്ന കാര്യം എന്തുവെന്ന് വെച്ചാൽ എല്ലാ ടാക്സി ഡ്രൈവേഴ്സിൻ്റെയും ജോബ് നഷ്ടമാവുന്നതായിരിക്കും. ഫ്യൂച്ചറിൽ ബ്രെയിൻ ചിപ്പ് എന്ന് പറഞ്ഞൊരു ചിപ്പ് ഇറങ്ങുന്നതായിരിക്കും. ഈ ബ്രെയിൻ ചിപ്പിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ എന്തുവെന്ന് വെച്ചാൽ നിങ്ങളെ തലയിൽ ഇപ്പോൾ ഈ ബ്രെയിൻ ചിപ്പ് ഉണ്ടെങ്കിൽ എന്നിട്ട് മറ്റൊരാളുടെ തലയിൽ ഈ ബ്രെയിൻ ചിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെന്തുവാ ചിന്തിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതായത് നിങ്ങൾക്ക് അവരുടെ മൈൻഡ് റീഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അവർക്കും നിങ്ങളെയും. എന്നിട്ട് ഈ ബ്രെയിൻ ചിപ്പിൽ കൂടെ നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ നോളജും കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങളെ മൈൻഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാട്ട് കേൾക്കാവുന്നതായിരിക്കും. ഫ്യൂച്ചറിൽ മൈക്രോസോഫ്റ്റ് ഹോളോ ലെൻസ് എന്ന് പറഞ്ഞൊരു ലെൻസ്, അതായത് ഇതൊരു VR ടൈപ്പാണ്. ഈ ഹോളോ ലെൻസ് ഒരുവിധം എല്ലാവർക്കും ഫ്യൂച്ചറിൽ കാണുന്നതായിരിക്കും. നിങ്ങൾ ഈ ഹോളോ ലെൻസ് ഇട്ടാൽ നിങ്ങൾ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വേൾഡിലായിരിക്കും. നിങ്ങളെ യഥാർത്ഥ ലോകം ഒരു ഡിജിറ്റൽ ലോകത്തിലേക്ക് മാറുന്നതായിരിക്കും. അതായത് യഥാർത്ഥ ലോകത്ത് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ആപ്സൊക്കെ കാണാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഫേവറേറ്റ് വീഡിയോസ് മതലിൽ തന്നെ ഇന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് റീസൈസ് ചെയ്യാനോ പറ്റും. പിന്നെ അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ എന്തുവാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിപ്പോൾ മൂണിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് മൂൺ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പിന്നെ ജൂപ്പിറ്റർ അല്ലെങ്കിൽ എനി പ്ലാനറ്റ് അല്ലെങ്കിൽ എനി പ്ലേസ് എക്സെട്ര. ഇത് ഇന്ത്യയിലും ലോഞ്ച് ആയിട്ടുണ്ട് അറ്റ് ന്യൂഡൽഹി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2,55,774 റുപ്പീസാണ്. ഫ്യൂച്ചറിൽ ഹ്യുണ്ടായി അവരെ ഫ്ലൈയിങ് ടാക്സി ഇറക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണുന്ന പോലെ ഇങ്ങനെയാണ് ഇത് പറക്കുന്നത്. എന്നിട്ട് ഈ ഹ്യുണ്ടായി ഫ്ലൈയിങ് ടാക്സി ഓട്ടോ പൈലറ്റ് ആണ്. അപ്പം സത്യം പറഞ്ഞാൽ പൈലറ്റ്സിൻ്റെ ജോലി ഫ്യൂച്ചറിൽ പോകുന്നതായിരിക്കും. എന്നിട്ട് ഈ ഫ്ലൈയിങ് ടാക്സിക്ക് 4 പേരെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫ്യൂച്ചറിൽ ട്രാൻസ്പോർട്ടേഷൻ സ്പീഡ് അൺബിലീവബിൾ ആയിരിക്കും. കാരണം 2050 സ്റ്റാർഷിപ്പ് ഇറങ്ങുന്നതായിരിക്കും. ഇത് കാണാൻ ഏകദേശം റോക്കറ്റിനെ പോലെ ഇരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇന്ത്യ നോർത്ത് ടു സൗത്ത് ട്രാവൽ ചെയ്യണമെങ്കിൽ 3,214 കിലോമീറ്റേഴ്സ് ആണ്. പക്ഷേ ഈ സ്റ്റാർഷിപ്പിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രാവൽ ചെയ്യാൻ 20 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ. 2050 ടൈം മെഷീൻ ഇറങ്ങുന്നതായിരിക്കും. ടൈം മെഷീൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 100 ഇയേഴ്സ് പാസ്റ്റ്, 100 ഇയേഴ്സ് ഫ്യൂച്ചറിലോട്ട് പോവാം. സയൻറ്റിസ്റ്റ് സ്റ്റില് റിസർച്ചിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെയും പോയില്ലാത്ത സ്ഥലങ്ങൾ ഈ ടൈം മെഷീൻ കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഡബിൾ ഡെക്കർ ബസ് അറിയായിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ അത് 10 ഡെക്കർ ബസ്സായിരിക്കും. യെസ്, അപ്പം ഈ ബസ്സിൻ്റെ വലിപ്പം വരുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ അത്രയായിരിക്കും. ആപ്പിൾ ഫ്യൂച്ചറിൽ അവരെ പുതിയതായിട്ടുള്ള ഐക്കാർ ഇറക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഈ ഐക്കാർ വളരെ ബ്യൂട്ടിഫുൾ ആണ്. എന്നിട്ട് ആപ്പിൾ അവരെ ഓൺ പവർ സ്റ്റേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് 3 to 4 കാർസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പാർക്ക് ചെയ്യാൻ പാടായിരിക്കും, അല്ലെങ്കിൽ സ്ഥലമില്ലായിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾ എത്ര കാർ വേണമെങ്കിലും മേടിച്ചോ, പക്ഷേ ഒരു കാറിൻ്റെ സ്ഥലമേ ആ 10 കാറും എടുക്കത്തുള്ളൂ. ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ തന്നെ വീഡിയോ കണ്ടോ.
ഗൈസ് അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും നെക്കി ഓളും നിൽക്കുക. നിങ്ങളെ ഫേവറേറ്റ് ഫ്യൂച്ചർ ചേഞ്ച് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ.